എല്ലാവർക്കും നമസ്കാരം. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നമ്മുടെ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഈ പ്രചരണ പ്രവർത്തനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ചുരുക്കം വാക്കുകളിൽ ഈ പ്രചരണത്തിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കും. അതിനുശേഷം സംസ്ഥാന ഉപാധ്യക്ഷ റിട്ടയർ ചെയ്തിട്ടുള്ള മുൻ DGP ആയിട്ടുള്ള ശ്രീ R ശ്രീരേഖ മാഡം ഈ ചുവരെഴുത്തിന്റെ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് എസ് സുരേഷിയെ ഇതിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളും. സുരേഷ് ഇപ്പുറത്ത് നിന്നൊക്കെ ഇപ്പുറത്ത്. എല്ലാവർക്കും നമസ്കാരം. പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ബ്ലാക്ക് ഷർട്ട് പാർട്ടിയുടെ ശ്രീ K സോമൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മഹാദേവൻ, ശ്രീ മണികണ്ഠൻ, വടയിലെ മണികണ്ഠൻ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ജയചന്ദ്രൻ, ശ്രീ പത്മനാഭൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെ 70 വർഷത്തെ രാഷ്ട്രീയ ഭൂപടം തിരുത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നാട്ടിലുള്ള മുഴുവൻ ജനതയ്ക്കും ഇടതിനോടും വലതിനോടും മതിയായി എന്ന് പറയാനുള്ള സമയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം. 70 വർഷം ഭരിച്ച ഇടതും മതിയായി, വലതും മതിയായി. ഇവർ രണ്ടുപേരും ഒരു പക്ഷമാണ്. ഈ രണ്ടു പക്ഷവും ഒരുമിച്ച് ചേർന്ന് 70 വർഷം നമ്മുടെ നാടിനെ നശിപ്പിച്ചു. ഈ നാട്ടിലൊരു മാറ്റം ആവശ്യമാണ്. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA BJP കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെ മാറാത്തത് മാറും, ഇനി കേരളവും വളരും എന്നുള്ള ആ മുദ്രാവാക്യം ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആരംഭമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഭരണവും ലഭിച്ചതോടുകൂടി അതാണ് ഈ തിരുവനന്തപുരത്ത് തെളിഞ്ഞിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നേടിയ നേട്ടം കേരളത്തിലാകമാനം നേടാൻ സാധിക്കുകയും ഇടതിനും വലതിനും ഭൂരിപക്ഷമില്ലാത്ത അതേ സമയത്ത് BJP NDA നിർണായക ശക്തിയാകുന്ന ഒരു വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് ഇനി BJPയുടേതാണ്, NDAയുടേതാണ്. ഏത് ശക്തി വന്നാലും വട്ടിയൂർക്കാവിലെ ജനത BJPയെയും NDAയും വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തിൻ്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDAയും BJPയും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന വികസനങ്ങൾ, അങ്ങനെ ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് ചേരുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനം ഉറപ്പാക്കണമെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള വട്ടിയൂർക്കാവിലും NDA ജയിക്കേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിലെ ജനതയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിലും വിജയിപ്പിച്ച് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉണ്ണിച്ചേട്ടാ ക്യാമറ ഇവന്റെ LCD തൊപ്പിച്ചേട്ടാ ഇരുന്നോ? എഴുതി തീർത്തിട്ട് മൊത്തം ഓഫ് ചെയ്തിരുന്നു പറഞ്ഞു. അതിൻ്റെ LCD ഒന്ന് മടക്കി വെക്കുക. ചാടല്ലേ അവിടെ ഇരുന്നോ
നമുക്ക് വേണം വികസിത വട്ടിയൂർക്കാവ്. അല്ല 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 നമുക്ക് വേണം വികസിത വട്ടിയൂർക്കാവ്. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് BJP. ജയ് ജയ് NDA. ഇവിടെ സ്ഥലം ചേട്ടാ തല ക്യാമറ വെക്കല്ലേ ചേട്ടാ ഓടി ഓക്കെയാണ് ഓക്കെയാണ് ആകാശേട്ടാ ഞാനല്ല ഇവിടെ കിടന്നത് DSLR മാറ്റുമോ ചേട്ടാ ക്യാമറ രാജേട്ടാ മുണ്ട് നോക്കണം രാജേട്ടാ മുണ്ടിലോട്ട് വീഴുന്നുണ്ട് വിളിക്കാം ഫോണ് ആഴ്ചയിൽ എക്സ്പെർട്ട് ആയില്ല ആഴ്ച നല്ല ആർട്ടിസ്റ്റ് ആണല്ലോ ക്യാമറ പ്രശ്നമൊന്നും ഇത് കൊണ്ടെടുക്കാൻ പറഞ്ഞോളൂ ഫോൺ സുരേഷേട്ടാ പറയുന്നത് മൊബൈൽ മാറ്റണേ മൊബൈൽ മൊബൈൽ സുരേഷേട്ടാ എഴുതാൻ ആള് വേണം അങ്ങോട്ട് വരുന്നല്ല വളരെ കാലത്ത് പരിചയമുണ്ടോ വീട്ടിലേക്ക് നോക്കിയാൽ പോയി മൊബൈലൊന്നും മാറ്റും അങ്ങോട്ട് പോകാം മതിയൊക്കെ അങ്ങോട്ട് പോയാലോ ട്രൈപ്പോഡിലോട്ട് പോവാം ഞങ്ങൾ ട്രൈപ്പോഡിലോട്ട് പോയാലോ
മൈക്ക് അവിടെ വെച്ചാൽ മതി, അങ്ങ് വെച്ചാൽ മതി.